ഹലോ, എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള കുറച്ച് എളുപ്പമായിട്ടുള്ള സ്നാക്സിന്റെ റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോന്റെ താഴെ നമുക്ക് അധികവും വന്ന കമന്റ്സ് നമ്മൾ ചോറ് വെച്ചിട്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ലഞ്ച് ബോക്സ് റെസിപ്പീസ് കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുകയും വേണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പി ചെയ്യാം. വേവിച്ച ചോറ് വീട്ടിലുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റന്റ് റൈസ് റെസിപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ടൊമാറ്റോ റൈസാണ്. നല്ല പഴുത്ത ഒരു പുളിയുള്ള തക്കാളിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ തക്കാളി നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് ഇട്ട് പൊട്ടിക്കാം. ഞാൻ കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു നുള്ള മതി. അതേപോലെ എരിവിന് കുറച്ച് മുളക് പൊടി, കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് മതി. കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ മസാല ഇതിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി. എന്നിട്ട് നമ്മുടെ ആ ടൊമാറ്റോ പ്യൂരിയും കൂടെ ഒന്നിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച ചോറും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത അടിപൊളി ക്യാരറ്റ് ടൊമാറ്റോ റൈസ് റെഡിയാണ്. ഇത് എൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് സാലഡും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാം. ഇന്നിപ്പോൾ ഇവിടെ അച്ചാർ തീർന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിപ്പുളിയാണ് എടുക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. നമ്മളിപ്പോൾ നൊയമ്പൊക്കെ എടുക്കുന്ന സമയത്ത് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതേപോലെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിൻറ്റ് റൈസിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് മിൻറ്റ് ലീവ്സ് നമ്മൾ ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ടു. എരിവിന് ആവശ്യമായിട്ട് ഒരു നീളമുള്ള മീഡിയം പച്ചമുളക് ഇട്ടു. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പേസ്റ്റായിട്ടില്ലെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മൾ പുളിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ കടുകും ജീരകവും കറിവേപ്പിലയും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചു. കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. നിലക്കടല, കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മിൻറ്റ് മിക്സ് ഇതിലേക്ക് ഇട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമ്മൾ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുത്ത അടിപൊളി മിൻറ്റ് റൈസ് റെഡിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ്. മിൻറ്റിൻ്റെ ഒരു അരോമയും അതേപോലെ നല്ല ടാൻജി ഫ്ലേവറും ഉള്ള ഒരു മിൻറ്റ് റൈസാണ്. അടുത്തത് നമ്മൾ അണിയൻ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു റൈസാണിത്. ഇത് കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. കുറച്ച് കുഞ്ഞുള്ളി ഞാൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കുഞ്ഞുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട് ഒരു ഫ്ലേവറിന്. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചോറും കൂടെ അങ്ങോട്ടിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്ത അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിന് നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അടുത്ത നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോ റൈസാണ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും അതേപോലെ ജീരകവും കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി ഇതിലേക്ക് തീ സിമ്മിലാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നമ്മൾ പൊട്ടറ്റോയും കൂടി ഇട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പൊട്ടറ്റോ വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്തു. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്ത നമ്മൾ പൊട്ടറ്റോ റൈസ് റെഡിയാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ റൈസാണ്, കോക്കനട്ട് എഗ് റൈസ്. നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ വരും. തേങ്ങ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ മസാല ഇതിൽ വരുമ്പോൾ. ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത അടിപൊളി കോക്കനട്ട് എഗ് റൈസ് റെഡിയാണ്. ഇതിൻ്റെ കൂടെ സാലഡോ അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ലെമൺ റൈസാണ്. ഈ ഒരു കൂട്ടത്തിൽ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് റൈസ് ഇതാണ് കേട്ടോ. കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പും കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ അണ്ടിപ്പരിപ്പാണ് എടുക്കുന്നത്. നിലക്കടല ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. കുറച്ച് പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള, ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സവാളയുടെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മതി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പെപ്പർ പൗഡറാണ്. അപ്പം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി നമ്മൾ പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചോറും കൂടെ ഇട്ട് ഒന്ന് എല്ലാം കൂടെ സോട്ട് ചെയ്ത് 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ലെമൺ റൈസ് റെഡി. അടുത്തത് കുട്ടികൾക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ബീട്രൂട്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് ടൊമാറ്റോ റെസിപ്പിയാണിത്. ബീട്രൂട്ടും തക്കാളിയും കൂടെ നമ്മളൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സിമ്മിലാക്കിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ അടിച്ച് വെച്ച മിക്സും കൂടി ഇട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ബീട്രൂട്ട് കുക്കാവാൻ എടുക്കുന്ന ഒരു സമയമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചോറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത അടിപൊളി ബീട്രൂട്ട് ടൊമാറ്റോ റൈസ് റെഡിയാണ്. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.